സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് NCERT നമ്മളത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് യൂണിറ്റാണ്. നമുക്ക് 2 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ഇത് രണ്ടും കണക്റ്റഡ് യൂണിറ്റ്സ് ആണ്. ഇത് നമ്മൾ സാധാരണ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാറുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താണ് ശരിക്കും ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ സാധാരണ കിട്ടണം ചാർജ് ഓഫ് എ ബോഡി എന്നല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും ചാർജ് എന്നുള്ള മീനിങ്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ബുക്കിൻ്റെ പേപ്പറിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ ചാർജ് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നമ്മൾ സാധാരണ പേപ്പറിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ന്യൂട്രൽ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. പേപ്പറിൻ്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രൽ, ഓർ ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് അൺചാർജ്ഡ് ബോഡി. നമ്മൾ സാധാരണ ഇതിനെ ന്യൂട്രൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാറുണ്ട്, അൺചാർജ്ഡ് ബോഡി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ന്യൂട്രൽ ഓർ അൺചാർജ്ഡ് ബോഡി അല്ലേ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ മാർക്കറിൻ്റെ ചാർജ് എന്താണ്? ഇപ്പോൾ ഈ മാർക്കറിൻ്റെ ചാർജ്, ഇപ്പോൾ മാർക്കർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നോർമൽ കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ മാർക്കറിൻ്റെ ചാർജ് എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും ഈ മാർക്കർ ന്യൂട്രൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളതിൻ്റെ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് വയ്ക്കുക, ചെറിയ കഷ്ണമുള്ള പേപ്പേഴ്സ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ മാർക്കർ എടുക്കുക. ഈ മാർക്കർ ഒരുപാട് നേരം നിങ്ങളിങ്ങനെ റബ്ബ് ചെയ്യുക. അപ്പോൾ അവിടെ ഡ്രൈ ഹെയറിൽ നിങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത ശേഷം നിങ്ങൾ ഇതിങ്ങനെ ജസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ, ആ പേപ്പറിന് നേരെ കാണിച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ആ പേപ്പർ ഈ മാർക്കർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഈ സാധനം റബ്ബ് ചെയ്യുക, ഇതിനെ നമ്മൾ റബ്ബിങ് പറയും അല്ലേ. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ മാർക്കർ എന്തായിരുന്നു? ഈ മാർക്കർ ന്യൂട്രലാണ്. ഈ മാർക്കറിന് പ്രത്യേകിച്ച് ഒരു ചാർജും ഇല്ല. അൺചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയും. ഇപ്പോൾ ഇതേ മാർക്കർ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ചെറിയ പേപ്പർ കഷ്ണങ്ങൾ, അങ്ങനെ ഡസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇതിലേക്ക്, ഈ മാർക്കറിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇയാൾ അൺചാർജ്ഡ് അല്ല. ഞാൻ റബ്ബ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ചാർജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ബോഡിക്ക് എന്തൊക്കെ ചെയ്യുക? ചാർജ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഞാൻ ചാർജിനെ കുറിച്ചാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണ് ചാർജ് വരുന്നത്, മെത്തേഡുകളൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ചാർജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചാർജിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഈ ബോഡിക്ക് എന്ത് കിട്ടി? ചാർജ് കിട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഈ യൂണിവേഴ്സിൽ ആകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ. ഒന്നുകിൽ അത് പോസിറ്റീവ് ചാർജ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആവാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ യൂണിവേഴ്സിൽ ആകെ 2 ടൈപ്പ് ചാർജ് ഉള്ളൂ. ഇൻ ദിസ് യൂണിവേഴ്സ് ഓൺലി 2 ടൈപ്സ് ഓഫ് ചാർജ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്താണ്? പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് ശരിക്കും മാറ്റർ, നമുക്കറിയാം എല്ലാവർക്കും മെയ്ഡപ്പ്. ഈ എന്തെന്നാണ് ഈ മാർക്കർ നമുക്കറിയാം, മെയ്ഡപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇതൊക്കെ മാറ്ററാണ്. നമ്മളെ പേപ്പർ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു? ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും? ആ ബോഡിയിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ. മാറ്ററുമായി അതിൻ്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർജ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ചാർജിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ആണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിലാകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ. ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. നമ്മൾ സാധാരണ ഈ ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, ചാർജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ഒന്നുകിൽ സ്മോൾ ലെറ്റർ ക്യൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒന്നുകിൽ സ്മോൾ ലെറ്റർ ക്യൂ എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഉപയോഗിക്കാറുണ്ട്. ശരിയല്ലേ? ഇനി അതേപോലെ അടുത്തതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ SI യൂണിറ്റ് ആണ്. ഈ ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ്. കൂളം, C എന്നുള്ളൊരു സിമ്പലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ സാധാരണ ചാർജിൻ്റെ SI യൂണിറ്റ്, നമ്മൾ സാധാരണ കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ എടുക്കാറുണ്ട്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എടുക്കാറുണ്ട്. അതേപോലെ ചാർജിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്ന സംഭവത്തിന് നമ്മൾ എന്താ പറയാറ്? കൂളം എന്നാണ് പറയാറ്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് C എന്നുള്ള സംഭവം. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ഇയാളെ ഡയമെൻഷൻ,
ഡയമെൻഷൻ. ഇലക്ട്രിക് ചാർജിനൊരു ഡയമെൻഷൻ ഉണ്ടാവും. അപ്പോൾ ചാർജ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒന്നുകിൽ ക്യൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഒക്കെ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. ഈ കറണ്ടിൽ നിന്നാണ് നമ്മൾ സാധാരണ ചാർജ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇലക്ട്രിക് കറണ്ട് ഐ ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്, ക്യൂ ബൈ ടി ആണ്. ഇലക്ട്രിക് കറണ്ട് ഐ ഈസ് നത്തിങ് ബട്ട് ക്യൂ ബൈ ടി, ചാർജ് ബൈ ടൈം. അപ്പോൾ അതിന് ചാർജ് കിട്ടാൻ ഐ ഇൻറ്റു ടി ചെയ്താൽ മതി, ഐ ഇൻറ്റു ടി. അപ്പോൾ ഐൻ്റെ യൂണിറ്റ് നമുക്കറിയാം ആംപിയർ, എ ആണ് റെപ്രസെൻറ്റ് ചെയ്യാറ് ഡയമെൻഷൻ, സ്മോൾ ലെറ്റർ ടീൻ്റെ എ ടി. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ ചാർജിൻ്റെ ഡയമെൻഷനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ ഡയമെൻഷനായിട്ട് വരാറുള്ള എപ്പോഴും ആരാണ്? എ ടി ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് ആംപിയർ, ടി എന്ന് പറയുന്നത് ടൈം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചാർജിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ യൂണിവേഴ്സിലാകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ, പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും, ശരിയല്ലേ? പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ ലൈക്ക് ചാർജസും ഉണ്ട്, അതേപോലെ തന്നെ അൺലൈക്ക് ചാർജസും ഉണ്ട്, ശരിയല്ലേ? ലൈക്ക് ചാർജസും ഉണ്ട്, അതേപോലെ തന്നെ അൺലൈക്ക് ചാർജസും ഉണ്ട്. ഈ ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ആണ് ലൈക്ക് ചാർജസ്, അല്ലെങ്കിൽ എന്താവാം മൈനസ്. ഇതാണ് ലൈക്ക് ചാർജസ്, ഒരേപോലത്തെ ചാർജസ്. അപ്പോൾ ഒരു ബോഡി പ്ലസ്, അടുത്ത ബോഡിയും പ്ലസ്, ഒരു ബോഡി മൈനസ്, അടുത്ത ബോഡി മൈനസ്. ഇതാണ് ലൈക്ക് ചാർജസ്. ഇനി അൺലൈക്ക് ചാർജസ് എന്ന് നമുക്കറിയാം, ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് വരണം. അപ്പോൾ പ്ലസ് മൈനസ്, ഇതാണെന്ത്? അൺലൈക്ക് ചാർജസ്. അപ്പോൾ ഈ ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യുമെന്ന് പറയാം. ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ പ്ലസും വന്നു കഴിഞ്ഞാൽ ആ 2 ബോഡീസ് പരസ്പരം റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ മൈനസും വന്നു കഴിഞ്ഞാൽ ഈ 2 ബോഡീസ് റിപ്പൽ ചെയ്യും. പക്ഷെ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ, അൺലൈക്ക് ചാർജസ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡീസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് നോക്കിയാൽ മനസ്സിലാവും, ശരിയല്ലേ? അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അതേപോലെ തന്നെ അൺലൈക്ക് ചാർജസ് എന്ത് വരും? അട്രാക്ട് ഈച്ച് അതർ വരും, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ മാർക്കർ നിങ്ങൾ ഒരുപാട് നേരം റബ്ബ് ചെയ്തതിനു ശേഷം സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പറിനേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് ഇയാളെ ചാർജ് എന്തായിരുന്നു? ന്യൂട്രലാന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ എന്താണ് ഈ ന്യൂട്രൽ എന്നുള്ളത് ഒരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ ഈ സംഭവങ്ങൾ, ഈ ചാർജ് എന്ന് പറഞ്ഞത് പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ആണ്, അല്ലേ? മാറ്ററുമായി അസോസിയേറ്റ് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ ആറ്റം, അല്ലേ? അപ്പോൾ ഒരു ആറ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സെൻട്രൽ പോർഷൻ നമുക്കറിയാം പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ശരിയല്ലേ? ഇതിനെ റിവോൾവ് ചെയ്തിട്ട് നമുക്കറിയാം ആരുണ്ട്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ആറ്റം. സോ ആറ്റത്തിനെ ചുറ്റിയിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാറ്റർ. ഈ മാറ്റർ ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഈ ന്യൂട്രോൺ എന്ന് പറഞ്ഞ സംഭവം ചാർജ് ലെസ് ആണ്. അപ്പോൾ ന്യൂട്രോൺ എന്തുണ്ട്? മാസ് ഉണ്ട്, പക്ഷേ ഇയാൾക്ക് എന്തില്ല? ചാർജ് ഇല്ല, അല്ലേ? ഇനി നമ്മൾ പ്രോട്ടോൺ, ഈ പ്രോട്ടോണിനെ നമ്മൾ സാധാരണ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ശ്രദ്ധിക്കുക, പ്രോട്ടോണിൻ്റെ ചാർജ് നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ശരിയല്ലേ? അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ന്യൂട്രോണിനെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ന്യൂട്രോൺ എന്താണ്? ചാർജ് ലെസ് ആണ്. അപ്പോൾ ഇയാൾക്ക് എന്തില്ല? ചാർജ് ഇല്ല, ചാർജ് ലെസ്. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും വെച്ചിട്ടാണ് ഈ ചാർജ് പറയുന്നത്, ശരിയല്ലേ? ആ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ്, ശരിയല്ലേ? ഇനി ഇവർ രണ്ടാളെ വാല്യൂ സെയിം ആണ്. ഈ പ്രോട്ടോണിൻ്റെ ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോട്ടോൺ 1.6 × 10⁻⁻⁹ കൂളമാണ്. അപ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ആ പ്രോട്ടോണിൻ്റെ ചാർജ് എപ്പോഴും ആർക്ക് തുല്യമാണ്? 1.6 × 10⁻⁻⁹ കൂളമായിരിക്കും. അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ കൂളമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും രണ്ടെണ്ണം മാസ് ഡിഫറൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രോട്ടോണിൻ്റെ മാസ് അല്ല ഇലക്ട്രോണിൻ്റെ, രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷെ രണ്ടാളെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പ്രോട്ടോണിൻ്റെത് 1.6 × 10⁻⁻⁹ കൂളം, ഇലക്ട്രോണിൻ്റെ 1.6. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടോൺ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യണം +1.6 × 10⁻⁻⁹ കൂളം. അതേപോലെ തന്നെ ഇയാളെന്ത് വരും? -1.6 × 10⁻⁻⁹ കൂളം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ
പ്രോട്ടോണിൻ്റെ ചാർജ് +1.6 × 10⁻⁻19 കൂളമാണ്. അതേപോലെ ഇലക്ട്രോണിൻ്റെ -1.6 × 10⁻⁻19 കൂളമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ യൂണിവേഴ്സിലാകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇനി നമ്മൾ പറഞ്ഞു ന്യൂട്രൽ എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞു അല്ലേ, ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി അല്ലേ, ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ബുക്കിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ചാർജ് ലെസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാർക്കറിൻ്റെ ചാർജ് ഞാൻ ചോദിച്ചു, അപ്പോഴും നിങ്ങൾ പറഞ്ഞത് അൺചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. അപ്പോൾ എന്താണ് ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബോഡി നിങ്ങൾ കൺസിഡർ ചെയ്യായിരിക്കാം, ഈ ബോഡീൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ളൂ എന്ന് വിചാരിക്കാം. ഞാൻ കൺസിഡർ എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു ഒബ്ജക്റ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു, ഈ ബോഡീൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. പിന്നെ നമ്മൾ ന്യൂട്രോൺ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ന്യൂട്രോൺ എന്തില്ല, ന്യൂട്രോൺ ചാർജ് ലെസ് ആണ്. പിന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പോൾ ഞാൻ ചോദിക്കുക പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? +1.6 × 10⁻⁻19 കൂളം, ശരിയല്ലേ? ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളം, ശരിയല്ലേ? ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ചാർജ്. ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് നിങ്ങൾക്ക് എന്താ കിട്ടുക? ടോട്ടൽ ചാർജ് = 0 വരും, ശരിയല്ലേ? എന്തുകൊണ്ടാണ്? കാരണം +1.6 × 10⁻⁻19 കൂളം പ്ലസ് -1.6 × 10⁻⁻19 കൂളം, രണ്ടും കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ 0 കിട്ടിയതുകൊണ്ടാണ് ഈ ബോഡി നമ്മൾ എന്ത് ബോഡി എന്ന് പറയാനുള്ള കാരണം? ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി. അപ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പം നിങ്ങളൊക്കെ വേറൊരു ബോഡി നിങ്ങൾ കൺസിഡർ ചെയ്യുക, വേറൊരു ബോഡി നിങ്ങൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതാ ഈ മാർക്കർ ഞാൻ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു അൺചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ബോഡിയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു 10 പ്രോട്ടോൺ ഉണ്ട് വിചാരിക്കും ഇതിനകത്ത്, ഈ മാർക്കറിൻ്റെ അകത്ത് 10 ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കും. അപ്പോൾ ഞാൻ മാർക്കറാണ് എടുത്തതെന്ന് വിചാരിക്കുക, എക്സാമ്പിളായിട്ട് ഈ മാർക്കർ എടുത്തു. ആ 10 പ്രോട്ടോണും ഉണ്ട്, 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ മാർക്കറിൻ്റെ ചാർജ് എത്രയാണ്? അപ്പോൾ ഈ മാർക്കറിൻ്റെ ടോട്ടൽ ചാർജ് എത്ര വരും? ടോട്ടൽ ചാർജ് Q = 0 വരും. കാരണം 10 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 10 × 1.6 × 10⁻⁻19 കൂളം, ശരിയല്ലേ? ഇനി 10 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 10 × -1.6 × 10⁻⁻19 കൂളം, രണ്ടും കൂടി ആഡ് ചെയ്താൽ ആൻസർ കിട്ടും? 0 കിട്ടും. അതുകൊണ്ടാണ് ഈ ബോഡി നമ്മൾ ന്യൂട്രൽ ബോഡി എന്ന് പറയുന്ന കാരണം. അപ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് = ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആ ബോഡിയിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായ നമുക്ക് എന്ത് പറയാം? ആ ബോഡീനെ ന്യൂട്രൽ ബോഡി എന്ന് പറയാം, ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ബുക്കിൻ്റെ പേപ്പർ ന്യൂട്രൽ നിങ്ങൾ പറയാനുള്ള കാരണം അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചാർജ് ഉണ്ടോ ഇല്ലേ? ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്നാൽ ചാർജ് ഇല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. കാരണം അതൊരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. മാറ്ററിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പ്രോട്ടോണും ഉണ്ടാവും ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചാർജ് ഉണ്ടാവും. പക്ഷേ ഈ എല്ലാ ചാർജും കൂടി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി ആഡ് ചെയ്താൽ അവരുടെ ടോട്ടൽ ചാർജ് 0 കിട്ടിയാലാണ് നമ്മൾ എന്തെന്ന് പറയാം? ന്യൂട്രൽ ബോഡി അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങളുടെ ബുക്കിൻ്റെ പേപ്പറും റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാർക്കറിൻ്റെയൊക്കെ ചാർജ് എന്തായത്? ന്യൂട്രൽ ആവാനുള്ള കാരണം. പക്ഷെ നമുക്ക് ഇയാളെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ബോഡിക്ക് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം? നെഗറ്റീവ് ചാർജ് കിട്ടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ പ്ലസ് ചാർജ് വരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് മൈനസ് ചാർജ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ന്യൂട്രൽ ബോഡി എന്താണ്, അൺചാർജ്ഡ് ബോഡി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ന്യൂട്രൽ ബോഡി അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ്ഡ് ബോഡി ആക്കാൻ പറ്റും, അല്ലേ? അത് പ്ലസ് ചാർജ് ആവാം അല്ലെങ്കിൽ മൈനസ് ചാർജ് ആവാം. കാരണം ഈ യൂണിവേഴ്സിലാകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ, പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രോട്ടോൺ എപ്പോഴും ആറ്റത്തിൻ്റെ സെൻറ്ററിലാണുള്ളത്, അല്ലേ? ന്യൂട്രോൺ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ന്യൂട്രോൺ ചാർജ്ലെസ്. ഈ പ്രോട്ടോൺ ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം, അല്ലേ? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോൺസിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ബാലൻസ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂസ്ലി അറ്റാച്ച്ഡ് വിത്ത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോട്ടോൺ ഇവിടുന്ന് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം പ്രോട്ടോൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം.
പക്ഷേ ഈ ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എനർജിയും അല്ലെങ്കിൽ വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിനെ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രോട്ടോൺ നമ്പർ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എനർജിയോ അല്ലെങ്കിൽ വർക്ക് കൊടുത്ത് ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വർക്ക് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ സെർട്ടൈൻ ആയിട്ട് ഒരു ഹീറ്റൊക്കെ കിട്ടിയിരുന്ന എനർജി. സോ ദാറ്റ് മീൻസ് വാട്ട് ഹാപ്പൻ? ആ ഇലക്ട്രോൺസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്ത ബോഡി, ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നിങ്ങൾ കൺസിഡർ ചെയ്ത ബോഡി എന്ന് വിചാരിക്കുക, ശരിയല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾ കൺസിഡർ ചെയ്ത ബോഡി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഇപ്പം ഇയാൾക്ക് ഒരു 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട് വിചാരിക്കുക. 10 പ്രോട്ടോണും ഉണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് 10 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പോൾ ഇയാളെ ചാർജ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അതൊരു ന്യൂട്രൽ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ അയാളെ അൺചാർജ്ഡ് ബോഡി എന്ന് പറയും. കാരണം അയാളുടെ ടോട്ടൽ ചാർജ് എന്താണ്? 0 ആണ്. ഇത് ഞാൻ റബ്ബ് ചെയ്യാൻ തുടങ്ങി. ഇത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? റബ്ബ് ചെയ്യാൻ തുടങ്ങി. സോ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാം? ഇലക്ട്രോൺ, പ്രോട്ടോൺ നമ്പറിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല, കാരണം അത് ലൊക്കേറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ്. പക്ഷേ ഇലക്ട്രോൺ നമ്പർ ചേഞ്ച് ചെയ്യും, കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റും. ഫ്രീ ഇലക്ട്രോൺസ് ഔട്ടർ മോഷനിൽ നിന്ന് ഷിഫ്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇയാൾക്കൊരു 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു വിചാരിക്കുക. ഈ ബോഡി ന്യൂട്രലാണ്, ഇയാൾക്ക് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ? നമ്മൾ റബ്ബിങ്, പല പ്രോസസ്സ് ഉണ്ട്. റബ്ബിംഗ് ആണ് ഒരു മെത്തേഡ് അല്ലേ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 10 പ്രോട്ടോൺ 10 ഇലക്ട്രോൺ, അപ്പോൾ ഇയാൾക്ക് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 10 പ്രോട്ടോൺ അവിടെ ഉണ്ട്, 10 പ്രോട്ടോൺ അവിടെ ഉണ്ട്, ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ഇലക്ട്രോൺ നമ്പർ ഇപ്പോൾ എത്രയായി? ഇലക്ട്രോൺ നമ്പർ 4 പോയി, അപ്പോൾ 6 ഇലക്ട്രോണായി ഇയാൾക്ക്, ശരിയല്ലേ? ഇയാൾക്ക് 6 ഇലക്ട്രോണായി, ആണോ? ഇനി അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 10 പ്രോട്ടോണും 6 ഇലക്ട്രോണും, ഇപ്പോൾ ഇയാൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണോ? അല്ലേ, അല്ല. കാരണം ഇയാളെ നെറ്റ് ചാർജ് നിങ്ങൾക്ക് ഒരിക്കലും 0 കിട്ടില്ല. ഏത് നമ്പറാണ് ഇവിടെ കൂടുതൽ? കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 പ്രോട്ടോണും 6 ഇലക്ട്രോണും ഉണ്ട്. സ്വാഭാവികമായിട്ട് ആരെ നമ്പറാണ് കൂടുതൽ? പ്രോട്ടോൺ നമ്പർ. അപ്പോൾ ഈ ബോഡി നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറയാം, ശരിയല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബിഫോറും 10 പ്രോട്ടോൺ, ഇപ്പോഴും 10 തന്നെയാണ്. ആരെണ്ണേ കുറഞ്ഞിട്ടുള്ളൂ? ഈ ബോഡിയിൽ ആര് കുറഞ്ഞു? ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് സംഭവം? ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ കുറവ് അല്ലേ? നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വന്നു. അപ്പോൾ 10 ഓൾറെഡി റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് 10 ആണ്, റബ്ബ് ചെയ്തതിന് ശേഷം 10 ആണ്. പക്ഷെ റബ്ബ് ചെയ്തതിന് ശേഷം 6 ഇലക്ട്രോൺ ഇവിടെയുള്ള. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിൻ്റെ കുറവുകളോ. അതുകൊണ്ടാണ് ഇയാൾക്ക് പോസിറ്റീവ് ചാർജ് ആയത്. കാരണം പ്രോട്ടോൺ കാരണമല്ല, ഇലക്ട്രോണിൻ്റെ നമ്പർ കുറഞ്ഞതുകൊണ്ട് ഇയാൾ എന്ത് ചാർജായി? പോസിറ്റീവ് ചാർജായി, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയും വേറൊരു ബോഡിയും ഉണ്ടാവില്ലേ? അപ്പോൾ ആ ബോഡിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ബോഡി ആദ്യം ന്യൂട്രലായിരിക്കും. ഇപ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് മാർക്കറാണ് ഈ ബോഡി, അപ്പോൾ മാർക്കറിന് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അയാൾ 6 ഇലക്ട്രോൺ ഉള്ളൂ, പ്രോട്ടോണിൻ്റെ എണ്ണം 10 ഉണ്ട്, അങ്ങനെ അയാൾ പോസിറ്റീവ് ചാർജ് ആയി. സ്വാഭാവികമായിട്ട് ഇയാൾക്ക് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എൻ്റെ ഹെയറല്ലേ ആദ്യം ഉള്ളത്, അപ്പോൾ ഹെയർ ആദ്യം ചിലപ്പോൾ എന്തായിരിക്കും? ഒരു 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ ആ ഹെയറും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പിന്നെയാണ് ഇവർ പരസ്പരം റബ്ബ് ചെയ്യാൻ തുടങ്ങിയത്. റബ്ബ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ എത്ര കിട്ടി? ഇയാൾക്ക് എത്ര ഇലക്ട്രോണ് കിട്ടി? 4 ഇലക്ട്രോൺ ഇവിടുന്ന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 ഇലക്ട്രോൺ ഇതിലെത്തി. അപ്പോൾ ഇയാൾ ഇലക്ട്രോൺ നമ്പർ എത്രയായി? 9 ഇലക്ട്രോണായി. മനസ്സിലാവുന്നു? ഓൾറെഡി 5 അവിടെ ഉണ്ട്, 4 ഇവിടുന്ന് കിട്ടി. 5 + 4 9 ഇലക്ട്രോൺ. ഇപ്പം നിങ്ങൾ നോക്കുക ഏതെണ്ണമാണ് കൂടുതൽ? 5 പ്രോട്ടോൺ 5 ഇലക്ട്രോൺ ഉണ്ടായത് 9 ഇലക്ട്രോണായി. 9 ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺ വന്നു. എക്സസ് ഓഫ് ഇലക്ട്രോൺ വന്നു. ഈ എക്സസ് ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ചാർജ് എന്താവും? നെഗറ്റീവ് ചാർജ് ആവും. ഈ ബോഡിയുടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സാധാരണ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞപ്പോൾ 9 ഇലക്ട്രോൺസ് ആയി. ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതൽ, എക്സസ് ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ചാർജ് ആയത്? നെഗറ്റീവ് ചാർജ് ആയത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ പ്രോട്ടോണിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. കാരണം ബിഫോറും 10 ആണ്, ആഫ്റ്ററും 10 തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ബോഡിയിലും ബിഫോറും 5 ആണ്, ആഫ്റ്ററും 5 ആണ്. ഏത് നമ്പറേ മാറുന്നുള്ളൂ? ഇലക്ട്രോൺ നമ്പറേ മാറുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ ചാർജ് പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. പക്ഷേ ഈ രണ്ടിനും കാരണം ഇലക്ട്രോൺ നമ്പറാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു ബോഡിയിൽ നിങ്ങൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്ത ബോഡിയിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അയാൾ എപ്പോഴും പോസിറ്റീവ്ലി ചാർജ് ബോഡി. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ. അടുത്ത കേസിൽ എന്താണ്?
എക്സസ് ഓഫ് ഇലക്ട്രോൺ, അയാൾ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെക്കാട്ടി ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതൽ, അങ്ങനെ വന്നാൽ അത് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ യൂണിവേഴ്സിലാകെ 2 ടൈപ്പ് ചാർജേ ഉള്ളൂ, പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും. അതിനർത്ഥം എന്താ വെച്ചാൽ, പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത്, ആ ബോഡിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായിരിക്കും, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറയും. ഇനി ന്യൂട്രൽ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, അതേപോലെ തന്നെ എന്താണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചാർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഒരു ബോഡിനെ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് ചാർജിങ്. മെത്തേഡ് ഓഫ് ചാർജിങ് നമ്മൾ സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഈ മാർക്കറിനെ എനിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് സാധാരണ, പക്ഷേ മെത്തേഡ് ഓഫ് ചാർജിങ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു അൺചാർജ്ഡ് ബോഡിയെ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതിന് മെയിൻലി 3 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ചാർജിങ് ബൈ റബ്ബിങ്. ചാർജിങ് ബൈ റബ്ബിങ്. രണ്ടാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. മൂന്നാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ കണ്ടൻഷനാണ്. ചാർജിങ് ബൈ കണ്ടൻഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഒന്ന് ചാർജിങ് ബൈ റബ്ബിങ്, അല്ലെങ്കിൽ അടുത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അടുത്തത് ചാർജിങ് ബൈ കണ്ടൻഷൻ. അപ്പോൾ 3 മെത്തേഡാണ് നമ്മൾ സാധാരണ ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ, അൺചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടൊരു ബോഡിയെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ ചാർജിങ് ബൈ റബ്ബിങ് എന്ന സംഭവം നമ്മൾ സാധാരണ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ചാർജിങ് ബൈ റബ്ബിങ്. ഈ ഇൻഡക്ഷനും കണ്ടക്ഷനും നമ്മൾ സാധാരണ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ചാർജിങ് ബൈ റബ്ബിങ് ഉപയോഗിച്ച് നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാം. ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡും കണ്ടക്ഷൻ എന്നുള്ള മെത്തേഡും ഉപയോഗിച്ച് പ്ലസ് മൈനസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ബോഡിയിൽ. അത് എന്തിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കണ്ടക്ടേഴ്സിനെ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഈ ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റില്ല. കണ്ടക്ടേഴ്സ് ആണ് ഈസി ആയിട്ട് ആരെ കടത്തിവിടും? കറണ്ടിനെ കടത്തിവിടും. പക്ഷേ ഇൻസുലേറ്റേഴ്സ് ഒരിക്കലും ആരെ കടത്തിവിടില്ല? കറണ്ടിനെ കടത്തിവിടില്ല. അതിൻ്റെ അർത്ഥം ചാർജിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നാണ്. ചാർജ് ഉണ്ടായതുകൊണ്ട് കറണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ കറണ്ട് ഉണ്ടാവില്ല. കാരണം കറണ്ട് ഉണ്ടാവണമെങ്കിൽ ആ ചാർജ് ഫ്ലോ ചെയ്യും. ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യൂല എന്നുള്ളൂ, ചാർജ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റബ്ബിങ് ഉപയോഗിച്ച് ഇൻസുലേറ്റേഴ്സിനെ. അതേപോലെ ഇൻഡക്ഷനും കണ്ടക്ഷനും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരിയല്ലേ?